أنا رسول الله صلى الله عليه وسلم يصوم 9 ذي الحجة ويوم عاشوراء و3 أيام من كل شهر أول سنين من الخميس أول اثنين والخميس. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് പിടിക്കുമായിരുന്നു. ആശുറാഇന്റെ ദിവസത്തെ നോമ്പ് പിടിച്ചിരുന്നു, അഥവാ മുഹറം 10ന്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. തീർന്നില്ല, എല്ലാ വർഷവും പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ 1 മുതൽക്ക് 9 വരെയുള്ള ദിവസം നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാന യസൂമു 9 ദുൽഹിജ്ജയുടെ ആദ്യത്തെ 1 മുതൽക്ക് 9 വരെയുള്ള ദിവസങ്ങൾ നബി തങ്ങൾ നോമ്പ് നോറ്റിരുന്നു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. കാന എന്ന പദം ദവാമിനെ കുറിക്കുമെന്നാണ്. നിത്യമായി ചെയ്യുന്ന അമലായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടങ്ങാതെ ചെയ്തിരുന്ന അമലാണ്. എല്ലാ ദുൽഹിജ്ജ മാസവും 1 മുതൽക്ക് 9 വരെയുള്ള ദിവസങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കും. سئل رسول الله صلى الله عليه وسلم عن صوم يوم عرفة. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, അറഫ ദിവസം നോമ്പ് നോറ്റാൽ എന്താണ് പ്രതിഫലം റസൂലേ? നേട്ടമെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ. കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്നതാകുന്ന ഒരു വർഷത്തെയും എല്ലാ ചെറുപാപങ്ങളും അല്ലാഹു പൊറുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും എല്ലാ ചെറുപാപങ്ങളും പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ചെറുപാപങ്ങൾ ഇല്ലാത്തവർക്ക് വൻപാപത്തിലേക്ക് വരെ നോട്ടമുണ്ടാകും എന്ന് വരെ വിശദീകരിച്ച മുഹദ്ദിസീങ്ങളുണ്ട്. ചെറുപാപങ്ങൾ ഇല്ലാത്തവരില്ല. എല്ലാ നോട്ടത്തിലും ഇരുത്തത്തിലും നടത്തത്തിലും കിടത്തത്തിലും ഒക്കെ നമുക്ക് പാപങ്ങൾ വന്നു ചേരുന്നുണ്ട്. കുല്ലു ബിനി ആദമ ഖത്താഉൻ, ആദം സന്തതികൾക്ക് തെറ്റുകാരാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ, ചെറുപാപങ്ങൾ ഇല്ലാതാകാൻ ഉപകരിക്കുന്നതാണ് പരിശുദ്ധമായ അറഫാ ദിവസത്തെ നോമ്പ്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം കൂടി പൊറുക്കും എന്ന് പറഞ്ഞതിൽ നിന്ന് പണ്ഡിതന്മാർ മുഹദ്ദിസീങ്ങൾ പറഞ്ഞു, അതെന്താ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം? ഒരു വർഷം കൂടി നിനക്ക് ആയുസ്സുണ്ടാകും, ദീർഘായുസ്സുണ്ടാകും എന്നതിലേക്ക് സൂചനയാണ് ആ പറഞ്ഞത്. എന്താ പറഞ്ഞത്? യുകഫിറു സനതൽ മാളിയ വൽ ബാഖിയ. അറഫാ ദിവസം നോമ്പ് നോറ്റാൽ കിട്ടുന്ന കൂലി എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താണ്? കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപം പൊറുക്കും. കഴിഞ്ഞ ഒരു വർഷത്തെ ഓക്കെ, നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം. വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ നോമ്പ് നോൽക്കുന്നവന് ഒരു വർഷം കൂടി ദീർഘായുസ്സുണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചത്. അപ്പൊ ഒരു വർഷം കൂടി ദീർഘായുസ് കിട്ടാൻ തന്നെ കാരണമാണ് അറഫാ ദിവസത്തെ നോമ്പ് നോൽക്കൽ. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പൊ അത് പിടിച്ചു വീട്ടണം. ശക്തിമത്തായ സുന്നത്താണ്. എല്ലാ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ള നോമ്പാണ് അറഫാ ദിവസത്തെ സുന്നത്ത്. അത് വിട്ടുകളയാൻ പാടില്ല. അന്ന് വളരെയേറെ ദുആയിൽ നമ്മൾ വ്യാപൃതരാവണം. പ്രത്യേകിച്ച് ദുഹറിന് ശേഷം മഗ്രിബിന് വരെയുള്ള സമയങ്ങൾ ദിക്റും ഔറാദുമായി തന്നെ മുഴുകി നിലകൊള്ളണം. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം.